ശ്രീലങ്കയിൽ സംഭവിച്ചു, നേപ്പാളിൽ സംഭവിച്ചു, അത് ഇന്ത്യയിൽ സംഭവിക്കുമെന്ന് പറഞ്ഞപ്പോൾ സാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് നടക്കില്ലെന്ന്. പക്ഷെ ഇപ്പോൾ ലഡാക്കിൽ നടന്നു. പ്രക്ഷോഭത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു, 45 പേർക്ക് പരിക്കേറ്റു. എന്തായാലും BJP വലിയ വിമർശനമാണ് കോൺഗ്രസിനെതിരെയും ചില വ്യക്തികൾക്കെതിരെയും ഉയർത്തുന്നത്. എന്താണ് നിലവിലെ സാഹചര്യം? അല്ല, ഞാനിപ്പോൾ ചിരിച്ചത് രാഹുൽ ഗാന്ധി പൊട്ടി ചിരിക്കുകയാണ്, കൈ കൂട്ടിക്കിടന്ന് ചിരിക്കുക. കാരണം കണ്ടേ എൻ്റെ ബോംബ് പൊട്ടിയേ, ലഡാക്കിലും കാർഗിലും ഒക്കെ പോയിട്ട് പൊട്ടിച്ച് എന്ന് പറഞ്ഞ അമ്മയും മോനും മക്കളും എല്ലാം കൂടെ കിടന്ന് ചിരിയാണ്. ഈ ചിരി കണ്ടുകൊണ്ടാണ് ഞാൻ ചിരിക്കുന്നത്. ഇയാൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു സന്ദർഭമാണെന്നുള്ളത് ഞാൻ സന്ദർഭിക്കുന്നു. പക്ഷേ നേപ്പാളിനോടോ ശ്രീലങ്കയോടോ പാകിസ്ഥാനോടോ അല്ലെങ്കിൽ ബംഗ്ലാദേശിനോടോ ഒന്നും ഉപമിക്കത്തക്ക ഒരു മാനത്തിലേക്ക് ഇതെത്താൻ പോകുന്നില്ല. അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിരാശയായിരിക്കും ഫലം. ഈ പ്രദേശങ്ങളിലൊക്കെ പണ്ടും കലാപങ്ങൾ നടന്നിട്ടുണ്ട്, ഇനിയും നടക്കും. അങ്ങനെ തന്നെയാണ് അവിടുത്തെ ഗോത്രവർഗ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് മലനിരകളിൽ താമസിക്കുന്ന ആൾക്കാരുടെ മിലിറ്റൻ്റ് ആറ്റിറ്റ്യൂഡിൻ്റെ. ബുദ്ധമതക്കാരാണെങ്കിൽ പോലും അവർ മിലിറ്റൻ്റായി തീരുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണം. ഇതൊക്കെ ചരിത്രത്തിൻ്റെയും ഭൂമിശാസ്ത്രത്തിൻ്റെയും ഒക്കെ പാഠങ്ങളാണ്. ഈ പാഠങ്ങൾ ഉൾക്കൊള്ളാതെ കണ്ട് പൊട്ടിച്ചിരിക്കുന്ന പൊട്ടന്മാരെക്കുറിച്ച് നമ്മൾ എന്ത് പറയാനാണ്? ഇതൊക്കെ ഉണ്ടാവും ഒരു രാജ്യം. 150 കോടിയുള്ള ജനങ്ങളുള്ള സ്ഥലത്ത് എല്ലാവരും ബുദ്ധം ശരണം ഗച്ഛാമി എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ജീവിക്കുകയൊന്നുമില്ല. അവിടെ സംഘർഷം ഉണ്ടാവും. ആ സംഘർഷങ്ങൾ 150 കോടി ഉണ്ടായിട്ടും ഏറ്റവും ലഘുവായ മാധ്യമങ്ങൾ ഉൾപ്പെടെ പറയുന്ന ജൻസി കലാപം ലഡാക്കിലും അത് കണ്ടിട്ട് കഴിഞ്ഞ് നമ്മൾ ഇതിലൂടെ തറയിൽ കൂടി ഇരുന്ന പഴുതാരയെ കാണുമ്പോൾ ഇതാ പോകുന്നു രാജവെമ്പാല എന്ന് പറയുന്നത് പോലെ സന്തോഷിക്കുക അവർക്ക് ഒരു നിമിഷത്തിൻ്റെ സന്തോഷം. പക്ഷേ അതിപ്പോൾ കെട്ടടങ്ങും. നോക്കൂ, ഇപ്പം തന്നെ കെട്ടടങ്ങിയല്ലോ. ഇതാരാ തുടങ്ങി വെച്ചത്? വാങ്ചുക്ക് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ്. അവരുടെ വിദ്യാഭ്യാസം 4ാം ക്ലാസ് വരെ അവർ പഠിക്കത്തുള്ളൂ അവിടുത്തെ കുട്ടികൾ. അത് ഉയർത്താൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ ഒരു സമരത്തെ തുടങ്ങി വയ്ക്കാൻ അദ്ദേഹത്തിന് അറിയാം, എങ്ങനെ നിർത്തിവയ്പ്പിക്കണമെന്ന് അറിയാൻ വയ്യാതെ വന്നതിൻ്റെ ഒരു ഫലമാണ്. അതിൻ്റെ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ്, ഗുരുതരമായ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് എന്നൊന്നും അറിയാതെ അദ്ദേഹം നടത്തിയ സമരത്തിൽ അദ്ദേഹം വിദഗ്ധനല്ല. പഠിത്തത്തിൽ മിടുക്കനാണ്, പരിസ്ഥിതിയിൽ മിടുക്കനാണ്. സമരം അങ്ങനെയല്ല. പുലിപ്പുറത്താണ് നിങ്ങളിരിക്കുന്നത്. അതുതന്നെയാണ് ബംഗ്ലാദേശിലെ നൊബേൽ സമ്മാന ജേതാവായിട്ടുള്ള മുഹമ്മദ് യൂനുസിനും സംഭവിച്ചത്. പുലിപ്പുറത്ത് കയറി ഇരിക്കുക, അല്ലെങ്കിൽ നായര് പിടിച്ച പുലിവാല് പോലെ അത് ചുറ്റി വന്ന് നിങ്ങളെ തന്നെ ആക്രമിക്കും. അതാണ് അദ്ദേഹത്തിന് അവിടെ സംഭവിച്ചത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തിയില്ലെങ്കിൽ അവിടെ കലാപം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ജീവന് പോലും സുരക്ഷിതയില്ല മുഹമ്മദ് യൂനുസ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ വാങ്ചുക്ക്. അദ്ദേഹം ഈ സമരം കംപ്ലീറ്റ് പിൻവലിച്ചിട്ടുണ്ട്. പക്ഷേ അനുയായികൾ കേൾക്കുന്നില്ല, അണികൾ കേൾക്കുന്നില്ല. അങ്ങനെ ഉണ്ടായതാണ് ഈ 4 മരണം. അവർ ചോദിച്ചു വാങ്ങിച്ചതാണ്. അത് മുതൽ നശിപ്പിച്ചു, BJP ഓഫീസ് കത്തിച്ചു, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കും. BJP ഓഫീസിൽ ആരും മരിച്ചിട്ടൊന്നുമില്ല. ബംഗ്ലാദേശിലെ നേപ്പാളിൽ മുൻ പ്രധാനമന്ത്രിയെ ചുട്ടുകൊന്നില്ലേ പരസ്യമായിട്ട്? ഭാര്യ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൊന്നില്ല. അങ്ങനെ എത്ര പേരെ ചുട്ടുകൊന്നു? അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇവിടെ ഉണ്ടാവാനൊന്നും പോകുന്നില്ല. ഒന്നാമത് ഓർക്കേണ്ടത്, നമ്മൾ ഓർക്കേണ്ട 2 കാര്യം. ഇതിൽ 2 പ്രദേശങ്ങളുണ്ട്. ലഡാക്ക് എന്ന് നമ്മൾ പറയുമ്പോൾ, ഒന്ന് ലേ, അവിടെ ഉള്ളത് മഹാഭൂരിപക്ഷം ബുദ്ധമതക്കാർ. അവർക്ക് കുഴപ്പമില്ല. മലനിരകളിൽ താമസിച്ചുകൊണ്ട് പ്രാർത്ഥനകളും ജപങ്ങളും ധ്യാനങ്ങളുമായിട്ട് മെഡിറ്റേഷൻ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ബുദ്ധം ശരണം ഗച്ഛാമി എന്ന് പറഞ്ഞ് 24 മണിക്കൂറും ധ്യാനാസനത്തിലിരിക്കുന്ന ഓം പത്മേ ഹും എന്ന് പാടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. മറുവശത്ത് കാർഗിൽ, അവിടെ മുസ്ലിം ഭൂരിപക്ഷമാണ്. ഈ കാർഗിലിലെ ഒരു സംഘടനയാണ് ഈ സമരം പ്രഖ്യാപിച്ചു കഴിഞ്ഞ് നേതൃത്വം അങ്ങേറ്റെടുത്തത്. അവരുടെ മനസ്സിലിരിപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ലോകത്തെവിടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വ്രണത ഹൃദയനായിട്ട് മഹാത്മാഗാന്ധി മുറിച്ചു കൊടുത്തിട്ടും തൃപ്തിപ്പെടാതെ എന്തെല്ലാം കലാപങ്ങളും സംഘർഷങ്ങളുമാണ് നാട്ടിനകത്ത് കുട്ടിച്ചോറാക്കാൻ വേണ്ടി പല പ്രദേശങ്ങളിലാവുന്ന പ്രദേശങ്ങളിലൊക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരു അവസരം വന്നു കഴിഞ്ഞാൽ ഇന്ത്യയെ വീണ്ടും വെട്ടിമുറിക്കാമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കുന്നവരില്ലേ? നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമ്മൾ ചോദിക്കുക, എന്തിനാ അവരെ പറയുന്നു? ഒരു രാഹുൽ ഗാന്ധി ഇല്ലേ, നേപ്പാളിനേതിന് സമാനമായിട്ടുള്ള ജൻസി ഇവിടെ വേണമെന്ന് പറയുന്ന ഒരു ദേശദ്രോഹി പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന രാജ്യത്ത് ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ? ഇതിനു വേണ്ടിയിട്ട് ബീഹാറിലുടനീളം യാത്ര ചെയ്ത ആളുകളെ ഇളക്കിയ ഒരു പ്രക്ഷോഭകാരിയും കലാപകാരിയുമാണ് അദ്ദേഹം. ബംഗ്ലാദേശിലെ ജമായത്ത് ഇസ്ലാമി പോലെ
ഇവിടുത്തെ പ്രധാനമന്ത്രിയെ പലായനം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗീരഥം, അടിവരയിട്ട് ഞാൻ പറയുന്നു, ഭഗീരഥം യത്നിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി ഇത്രയുമൊക്കെ തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തിയിട്ടും പൂന്തുറയിലും തിരുവനന്തപുരത്തിൻ്റെ പല പ്രദേശങ്ങളിലും PDPയുടെ നേതാവ് മദനി നടത്തിയതുപോലുള്ള പ്രഭാഷണങ്ങൾ, തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തിയ ആളുകളെ പ്രകോപിപ്പിച്ചിട്ടും ഇന്ത്യയിലെ സാമാന്യ ജനങ്ങൾ അതിനോട് പോസിറ്റീവായിട്ട് ധനാത്മകമായിട്ടല്ല ഋണാത്മകമായിട്ടാണ് പ്രതികരിച്ചത്. അതുകൊണ്ടാണ് ബീഹാറിൽ സമാധാനം നിലനിൽക്കുന്നത്. ബുദ്ധൻ ജനിച്ച നേപ്പാളിന് അടുത്തുള്ള ബീഹാറിൽ, കപിലവസ്തുവിനടുത്തുള്ള ബീഹാറിൽ, ബോധ്ഗയ, അദ്ദേഹം ബോധത്തിൻ്റെ നിലാവ് അദ്ദേഹത്തിൻ്റെ തലയിലുദിച്ച ഗയ ഉൾക്കൊള്ളുന്ന ബീഹാറിൽ ഇപ്പോഴും സമാധാനം ഉണ്ടാവുന്നത്. തല കുത്തി നിന്നിട്ടും അവിടുത്തെ സമാധാനം തകർക്കാൻ പറ്റാഞ്ഞത്. മോദിയുടെ അമ്മയെ ചീത്ത വിളിച്ച് അത് അവസാനിപ്പിച്ചു, കലാപത്തിൽ അവസാനിക്കാതെ അവസാനിച്ചു. പക്ഷെ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കാർഗിലിലെ ഒരു മുസ്ലിം സംഘടനയുണ്ട്. ആ മുസ്ലിം സംഘടനയാണ് ഈ സംഭവത്തിന്, ഈ അക്രമങ്ങൾക്കും എല്ലാ വിധത്തിലുള്ള കൊലപാതകങ്ങൾക്കും ഉത്തരവാദികൾ. അവരുടെ മനസ്സങ്ങനെയാണ്. സാർ ഈ കലാപത്തെ അതിൻ്റെ പേരും കൂടെ പറയാം, കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ്. നോക്കൂ, അതിൻ്റെ നേതൃത്വത്തിൽ ആരാണ്, അണികളിൽ ആരാണ്. അവർ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ അവരുടെ ഒരേ ഒരു കാര്യം ഇന്ത്യയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണ്. ലഷ്കർ ഇ തൊയ്ബ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. ഈ പറഞ്ഞതാണ്. ഇത് നിങ്ങളൊന്ന് ആലോചിക്കൂ ശ്രീജിത്തെ, എന്തായിരുന്നേനെ ഇപ്പം ലേയുടെയും ലഡാക്കിൻ്റെ സ്ഥിതി? ഇന്ത്യൻ പട്ടാളമില്ലായിരുന്നെങ്കിൽ അത് മുഴുവൻ ഇസ്ലാമിക ഭൂരിപക്ഷമായിട്ട് മുഴുവൻ പേരെയും ബുദ്ധമതക്കാരെയും മുഴുവൻ മുസ്ലിങ്ങളായിട്ട് മാറ്റിക്കൊണ്ട് ഇന്ത്യയിൽ നിന്ന് വേറിട്ട് പോകാൻ വേണ്ടിയിട്ട്, വിഘടിച്ചു പോകാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു മേഖലയായിട്ട് മാറിയനെ. അത് നിത്യ രക്തരൂഷിതമായിട്ടുള്ള കലാപങ്ങൾ കൊണ്ട് ഇന്ത്യക്ക് തലവേദനയുണ്ടാക്കുകയും ഇന്ത്യയുടെ രക്തം വാർന്നു പോവുകയും ചെയ്യുന്ന പ്രദേശമായി മാറുമായിരുന്നു. ഇന്ത്യയുടെ തക്കതായിട്ടുള്ള VP മേനോൻ്റെ, നെഹ്റുവിൻ്റെ ഇടപെടൽ കൊണ്ട് തടഞ്ഞു നിർത്തിയ ഒന്നാണ്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രപൗത്രനായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രചോദനവും പ്രകോപനവും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ജൻസി നടത്താൻ വേണ്ടിയിട്ടുള്ള നിഗൂഢമായ ശ്രമം നടന്നു. അടിച്ചമർത്തും ഇന്ത്യ. അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ഇതൊരു പരീക്ഷണശാലയായിരിക്കുമോ അത് നടന്നത്? ഒരു പരീക്ഷണം, ആദ്യത്തെ ഒരു ഡോസ് അല്ല, ഇത് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങളും ഇതിനെതിരാണ്, മോദിക്ക് അനുകൂലവുമാണ്, സംശയമൊന്നുമില്ല. പക്ഷേ കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് പോലുള്ള അലയൻസുകളും അപകടകരമാം വിധം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പോഷകങ്ങൾ കൊടുത്തു വളർത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെ പോലുള്ള ആൾക്കാർ, പിണറായി വിജയനെ പോലുള്ള ആൾക്കാർ കേരളത്തിനകത്തും വളർത്തുന്നുണ്ട്. അവർക്ക് മുട്ടയും പാലും ഒക്കെ നൽകി ബിരിയാണിയും കൊടുത്തിട്ട് വളർത്തിക്കൊണ്ട് വരുന്നത് രാജ്യത്തിന് ഭീഷണിയാണെന്നുള്ള കാര്യത്തിൽ രണ്ട് പക്ഷമില്ല. അവിടം വരെ എത്തിയിട്ടുണ്ട്. അവരെ പറ്റി ഒന്ന് വിമർശിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ, ഹിന്ദുക്കളെ അനുകൂലിച്ചൊന്നും പറയാത്ത തരത്തിൽ, ജയ് ശ്രീരാം എന്ന് പോലും വിളിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു തരത്തിലേക്ക് ഒരു വശത്തൂടെ പോകുന്നുണ്ട്. ഇത് സത്യമാണ് പറയുന്നത്. അറസ്റ്റ് ചെയ്യപ്പെട്ടാലും വേണ്ടുമില്ല. പക്ഷേ ഇതൊരു സത്യമാണ്. ജയ് ശ്രീമരാഴം എന്ന് വിളിച്ചാൽ ജയ് ശ്രീരാം എന്ന് വിളിച്ച് കളിയാക്കുന്നത് മതനിന്ദയല്ലേ? ഈ നിന്ദ വരുന്ന ഒരു മതത്തിന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പ്രകോപനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് രാജ്യത്തെ കുട്ടിച്ചോറാക്കാനുള്ളവർ വിഭജനത്തിൻ്റെ പേരിൽ സ്വന്തം രാജ്യം ഏറ്റുവാങ്ങിയിട്ട് പിന്നെയും ഈ പാവപ്പെട്ട ഇന്ത്യയെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗം തന്നെയാണ് ലേ കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ്. എന്ത് ഡെമോക്രസിയാണിത്? പാർട്ടി ഓഫീസ് കുട്ടിച്ചോറാക്കുന്നതും കത്തിച്ച് നശിപ്പിക്കുന്നതുമാണോ? അതാണോ നിങ്ങളുടെ ജനാധിപത്യം? ഇന്ത്യയുടെ ജനാധിപത്യം അതല്ല. I think better counsels will prevail and this will be the end of the Gen Next here in India. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.